മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ കടപ്പാട്ടൂരിലേക്ക് തിരിച്ചെത്തുകയാണ്. കോളിംഗ് ബെല്ലടിച്ച് കുറേ നേരമായിട്ടും ആരും വന്ന് ഡോറ് തുറക്കുന്നില്ല. കുറേ നേരം കഴിയുമ്പോൾ ബബിത വന്ന് ഡോറ് തുറക്കുകയാണ്. അലീന കാണുന്ന ബബിത പെട്ടെന്ന് അങ്ങ് ഞെട്ടുന്നുണ്ട്. അപ്പം അലീനയ്ക്ക് മനസ്സിലായി ബബിത എന്തോ കള്ളത്തരം കാണിച്ച് നിൽക്കുകയാണെന്ന്. കാരണം അതുപോലെ കള്ളത്തരം ബബിതയുടെ മുഖത്തുണ്ടായിരുന്നു. ബബിത ഉടനെ അലീനയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നോ? ഞാൻ വിചാരിച്ച് നീ ഇനി തിരിച്ചു വരത്തില്ലെന്ന്. അപ്പം അലീന തിരിച്ചു ചോദിക്കുകയാണ്, നീ എന്താ ഇന്ന് കോളേജിൽ പോകാഞ്ഞത്? നിനക്കിന്ന് കോളേജ് ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയാണ്, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കുന്നത്? ഞാൻ ചിലപ്പോൾ കോളേജിൽ പോവും. ഇല്ല, അച്ഛൻ പറഞ്ഞല്ലോ നീ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നിന്നെയാണെന്ന്. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോയാലും ഇല്ലെങ്കിലും നിനക്കെന്താ? നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കുന്നത്? പക്ഷേ ബബിതയുടെ മുഖത്ത് എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അലീന പറയാണ്, ഇവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടല്ലോ, ഈ വീട്ടിൽ ഏതോ ഒരു കള്ളം കയറിയതുപോലെ എനിക്ക് മണത്തറിയുന്നുണ്ടല്ലോ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, ഏത് കള്ളൻ? ഇവിടെ ഒരു കള്ളനും ഇല്ലേ. ഇവിടെ ആകപ്പാടെ ഉള്ള ഒരു ശല്യം നീ മാത്രമാണ്. അതാ ഇപ്പം വന്ന് കയറി. നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു പിടിച്ച് കയറിയ എന്ന് ചോദിക്കുകയാണ്. അപ്പം വീണ്ടും അലീന പറയാണ്, ഞാൻ പറഞ്ഞ കാര്യം അതല്ലല്ലോ, ഈ വീട്ടിലൊരു കള്ളം കയറിയിട്ടുണ്ട്, അതുറപ്പാണ്. എനിക്കത് മണത്ത് മനസ്സിലായി. മുകളിലുണ്ടെന്നാണ് തോന്നുന്നത്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ബബിത പറയാണ്, നീ എന്ത് നോക്കാനാ? അവിടെ ആരുണ്ടെന്നാണ് നീ പറയുന്നത് എന്നും ചോദിച്ചിട്ട് ബബിത ചെല്ലിയാണ്. അപ്പോഴത്തേക്ക് ടേബിളിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു കത്തി എടുത്ത് അലീന മുകളിലോട്ട് പോവുകയാണ്. എന്നിട്ട് പറയാണ്, മുകളിലുണ്ട് ആ കള്ളൻ, അവനെ ഞാനിന്ന് പിടിക്കാനാ ചെയ്യും എന്നും പറഞ്ഞ് കയ്യിലൊരു കത്തി എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് അലീന. അപ്പം ബബിത താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കുകയാണ്. ബബിതയ്ക്ക് ആകപ്പാടെ ടെൻഷനും ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അലീന അവിടെ എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ ബബിതയുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ഡോറ് തുറന്ന് നോക്കിയപ്പം അവിടെ ദാണ്ട അമൽ ഒളിച്ച് നിൽക്കുന്നു. കാണുമ്പം അലീന ആകപ്പാടെ അങ്ങ് ഞെട്ടുന്നുണ്ട്. ഒരിക്കലും അലീന പ്രതീക്ഷിച്ചില്ല ബബിത ഇവനെ അകത്ത് കയറ്റി മുറിക്കകത്ത് കയറ്റി ഇരുത്തുമെന്നും വീട്ടിലാരും ഇല്ലാത്തപ്പം ഇവനെ പിടിച്ച് അകത്ത് കയറ്റുമെന്നും അലീന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നെ കണ്ട ഉടനെ അമൽ ആകപ്പാടെ അങ്ങ് ഞെട്ടുന്നുണ്ട്. അപ്പം നീ എന്താടാ ഇവിടെ എന്ന് അലീന ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. ആരോട് ചോദിച്ചിട്ടാടാ നീ ഇവിടെ കയറിയേ എന്നും ചോദിച്ചിട്ടുണ്ട് അലീന അങ്ങ് ചെല്ലുകയാണ്. കയ്യിൽ കത്തിയും കാണിക്കുന്നുണ്ട് അവനെ. പേടിച്ച് അമൽ ചാടി മുറിക്ക് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബബിത താഴെ നിന്ന് ഓടി കയറി വരികയാണ്. നിന്നോട് ആരോട് ചോദിച്ചിട്ടാടാ നീ ഇതിനകത്ത് കയറിയത്? നീ ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നതോ? ഇപ്പം പോലീസിനെ വിളിപ്പിക്കും എന്നൊക്കെ നമ്മുടെ അലീന പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് ഓടി വരികയാണ് ബബിത. നിന്നെ എനിക്കറിയാം, അന്ന് ബബിതയുടെ കൂടെ നീ ഇവിടെ വന്നേല്ലേ, അന്നേ നിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയതാ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ മുറിയിൽ കയറല്ലേ, താഴെ ഇരുന്ന് സംസാരിച്ചാൽ മതിയെന്ന്. പിന്നെ നീ എന്തിനാടാ ഇങ്ങോട്ട് കയറിയെന്ന് അലീന ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. ഇത് കേട്ടോണ്ട് വരുന്ന ബബിത പറയുകയാണ്, എൻ്റെ വീട്ടിൽ അങ്ങനെ പലരും ഒളിച്ചിരിക്കും, ചിലപ്പോൾ ഒളിച്ച് നടക്കും. അതിനൊക്കെ നിനക്കെന്താടി? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം തിരക്കുന്നത്? നീ ഇവിടുത്തെ വേലക്കാരി തന്നെയല്ലേ, ആ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ബബിത അലീനയുടെ അടുത്ത് ചൂടാവുകയാണ്. ഇത് കേട്ട അലീന ഭയങ്കര ചൂടായിട്ട് പറയുകയാണ്, ഇത് എൻ്റെയും കൂടെ വീടാണ്, എൻ്റെ അച്ഛൻ്റെ വീടാണ്. അപ്പം ഞാനും കൂടെ അറിയണം ഇവിടെ ആരൊക്കെ വരുന്ന്, എന്തൊക്കെ നടക്കുന്നു, വീട്ടിൽ ആരൊക്കെ കയറ്റി ഇരുത്തുന്നതൊക്കെ ഞാനും കൂടെ അറിയണമെന്നും പറഞ്ഞിട്ട് അലീന ബബിതയെടുത്ത് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നീയാണോ തീരുമാനിക്കുന്നത് ചോദിച്ചിട്ട് ബബിത വീണ്ടും അലീനയെടുത്ത് ചെല്ലുകയാണ്. അപ്പം ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അച്ഛൻ്റെ മോളാണെങ്കിൽ എനിക്കും ആ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഈ വീട്ടിലേക്ക് ആരൊക്കെ വരണം വരണ്ടാന്ന് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അലീന ബബിതയെടുത്ത് ചൂടാവുകയാണ്. എന്നിട്ട് അമലിൻ്റെ അടുത്ത് പറയണം, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, നിന്നെ ഇനി ഈ വീട്ടിൽ കണ്ടുപോകല്ലേ. ഇപ്പം ഞാൻ പോലീസിനെ വിളിച്ചിട്ട് പറയും ആളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറിയെന്നും പറഞ്ഞ് നിന്നെ പൊക്കിക്കൊണ്ട് പോകും. മര്യാദയ്ക്ക് ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് അമലിൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. അങ്ങനെ അമൽ പേടിച്ച് ഓടി പുറത്തിറങ്ങുവാണ്. അമൽ ബബിതയെടുത്ത് പറയാണ്, നീയും കൂടെ വാടി എന്നും പറഞ്ഞുകൊണ്ട് ബബിതയും വിളിക്കുന്നുണ്ട്. അപ്പം ബബിതയാണെങ്കിൽ പുറകെ പോകാൻ വേണ്ടി ഓടി പോവുകയാണ്. ഇവിടെ നിൽക്കുന്നതിനല്ലേ നിനക്ക് കുഴപ്പമുള്ളൂ, ഞങ്ങൾ പുറത്ത് വെച്ച് കണ്ടോളാം, അതിന് നിൻ്റെ അനുവാദം വേണ്ടല്ലോ. ഈ വീട്ടിൽ ഇരിക്കുമ്പോഴല്ലേ നിൻ്റെ അനുവാദവും എല്ലാവരുടെയും അനുവാദം വേണ്ടുന്നത് എന്നും പറഞ്ഞ് ബബിത ചാടി തുള്ളി ഓടി അമലിൻ്റെ പുറകെ പോകുമ്പോഴേക്ക് പിന്നെ എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുക. അന്നേരം അലീനയും പുറകെ ഓടിപ്പോവാണ്. ഓടിപ്പോയിട്ട് ബബിതയെ പിടിച്ചിരുത്തുന്നുണ്ട്. നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ പൊക്കോളും, നീ എങ്ങോട്ടും പോകണ്ട എന്നും പറഞ്ഞ് ബബിതയെ പിടിച്ചിരുത്തുന്നുണ്ട്. അത് ചോദിക്കാൻ, നീ ആരാടി? നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നും പറഞ്ഞിട്ട് ബബിതയെ അലീനയും കൂടെ അവിടെ കടന്ന് ഉന്തും തള്ളും കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് അമൽ പുറത്തിറങ്ങി ബൈക്ക് എടുത്തിട്ട് കാത്തു നിൽക്കുകയാണ്. ബബിതയെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ബബിതയും അലീനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി അടയ്ക്കുകയാണ്. ബബിതയെ വിടാതെ പിടിച്ചെടുത്തേക്കാണ് അലീന. എന്നെ പിടിച്ചെടുത്താൽ നീ ആരുടെയെന്നും ചോദിച്ചുകൊണ്ട് ബബിത അലീനയും കൂടെ കിടന്ന് അവിടെ കിടന്ന് കൂടുകയാണ്. ഈ സമയത്താണെങ്കിൽ ബബിതയാണെങ്കിൽ അലീനയുടെ കൊങ്ങ കയറി പിടിക്കുന്നുണ്ട്. നീ എന്നെ വിടത്തില്ലയോ, നീയാണോ തീരുമാനിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അലീനയുടെ കൊങ്ങ കയറി പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ ബബിതയെ പിടിച്ച് മാറ്റിയിട്ട് അവിടെ കിടന്ന് ഒരു ചൂലും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി വരികയാണ്. അതാണെങ്കിൽ അമൽ ബബിതയും വരുന്ന കാത്തിരിക്കുകയാണ് ബബിതയും കൊണ്ട് പോവാൻ. അപ്പോഴത്തേക്ക് അവിടെ കിടന്ന് ഒരു ചൂലും എടുത്തുകൊണ്ട് വന്ന് അടിക്കാൻ നിൽക്കട അവിടെ എന്നും പറഞ്ഞുകൊണ്ട് അടിക്കാൻ വേണ്ടി ഓടുവാണ്
അലീന. എന്നെ കണ്ട് അമൽ ആകപ്പാടെ പേടിക്കുന്നുണ്ട്. ചൂല് വെച്ച് അമലിന് കിട്ടുന്നുണ്ട്. അമലാണെങ്കിൽ ബൈക്കും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുവാണ്. എന്നിട്ട് അലീന പറയാണ്, നിന്നെ ഇവിടെ ഇനി കണ്ടു കഴിഞ്ഞാൽ അന്നേരമാ എന്നും പറഞ്ഞുകൊണ്ട് ചൂലിന് അടിക്കാൻ വേണ്ടി പുറകെ ഓടുവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ബബിത അകത്തു നിന്ന് അപ്പോഴത്തേക്ക് ചാടി എണീച്ച് ഓടി വരുന്നുണ്ട്. ഈ എൻ്റെ അമലിനെ ചൂലുകൊണ്ട് അടിച്ചിറക്കി വിട്ടോ, നിന്നെ ശരിയാക്കി തരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബബിതയാണെങ്കിൽ അലീനയുടെ അടുത്ത് എല്ലിയാണ്. അപ്പം അകത്തോട്ട് വന്ന് അലീന പറയാണ്, നാണമില്ലയോ ആരും ഇല്ലാത്ത സമയത്ത് ഇവനെ പോലുള്ള ഫ്രോഡുകളെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ. അച്ഛൻ ഇതെങ്ങാനും അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് പറയാണ്, ഞാൻ പലരെയും വിളിച്ച് കയറ്റും, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. അപ്പം അലീന പറയാണ്, നിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ പോരാ, അച്ഛൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. നിങ്ങളുടെ 3 പേരുടെയും കാര്യങ്ങൾ നോക്കണമെന്ന് അച്ഛൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നോക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ ബബിത പറയാണ്, അത് നിൻ്റെ കയ്യിൽ വെച്ചിരുന്ന മതി, എൻ്റെ അടുത്ത് അതൊന്നും കാണിക്കണ്ട. എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവരും, ഞാൻ ഇഷ്ടമുള്ളതുപോലെ നടക്കും. നിൻ്റെ ഒന്നും അനുവാദം എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ബബിത അലീനടുത്ത് ചൂടാവുകയാണ്. അപ്പം അലീന പറയാണ്, ഇതെങ്ങാണ് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയാണ്, എന്ത് സംഭവിക്കാൻ, കൊല്ലത്തൊന്നുമില്ലല്ലോ, അച്ഛൻ കുറച്ച് വഴക്കുറ, അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. പിന്നെ നീ ഇതെങ്ങാനും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും, അത് ഉറപ്പാ എന്ന് പറഞ്ഞ് ബബിത ദേഷിച്ചങ്ങ് മുറിയിലേക്ക് പോവുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട്. അലീന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവനെ വിളിച്ച് ആരുമില്ലാത്ത സമയത്ത് ഇവളെ വീട്ടിൽ കയറ്റുമെന്ന്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ബബിത നശിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അലീന ഇങ്ങനെ അതും ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വിഷമത്തോടെ.